ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സാൻഡ്വിച്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ബീഫ് സാൻഡ്വിച്ച് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ വെച്ചും ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ബീഫ് വേവിച്ചത്, പിന്നെ കുറച്ച് പൊട്ടാറ്റോ ഫിംഗേഴ്സ് ആക്കി വെച്ചത്, പിന്നെ കുക്കുംബർ, അതുപോലെ തന്നെ ക്യാബേജ്, ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളെടുത്ത് ഏതൊക്കെ വെജിറ്റബിളാണ് ഉള്ളത് അതൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസൊക്കെയാണ് എടുത്തത്. പിന്നെ കുറച്ച് ബീഫാണ് എടുത്തത്. ഇതിന് പകരം ചിക്കൻ എടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് മയോണൈസും കെച്ചപ്പൊടി മിക്സ് ആക്കിയതാണ്. 3 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പൊടി മിക്സ് ആക്കിയതാണ്. പിന്നെ അതാ മുട്ടയും പാലും ഉപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് വേണ്ടത്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു പാക്കറ്റോളം ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിൻ്റെ ഒരു സാൻഡ്വിച്ച് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് വലുതാണ് റെഡിയാക്കിയത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ സവാള ഇട്ടു, അതുപോലെ തന്നെ തക്കാളി ചേർത്തു. പിന്നെ അത് ആവശ്യത്തിനുള്ള കുക്കുംബർ ചേർക്കുക, നമ്മുടെ കക്കിരി, അതുപോലെ തന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് കൂടുതലായിട്ട് പോകണ്ട കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അരിഞ്ഞ് വെച്ചത് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ അത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കൊക്കെ നിങ്ങൾക്ക് 3 കളറിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ അത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മയോണൈസ് ആണ്. 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെജിറ്റബിൾ മിക്സ് ആക്കാൻ ആവശ്യമായിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ടൊന്ന് കാണുക. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുക നമ്മുടെ വെജിറ്റബിൾസിന്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വിനെഗർ ചേർക്കുന്നുണ്ട്, സുർക്ക. ഇതും കൂടി ചേർത്തിട്ട് നന്നാക്കി തന്നെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫും അതുപോലെ തന്നെ പൊട്ടാറ്റോ ഫിംഗേഴ്സും ഉണ്ട്. അത് രണ്ടും ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഏതിലാണോ നമ്മൾ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു സോസ് പാൻ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിയ സോസ് പാനാണ് എടുത്തത്. പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് എടുക്കണം. മുട്ടയും അതുപോലെ തന്നെ പാലും ഉപ്പും കുരുമുളകുമാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് മുട്ടയുടെ അളവൊക്കെ കൂടും കേട്ടോ. അപ്പോൾ ഇനി ഓരോ ബ്രെഡ് സ്ലൈസസും ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ പാനിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പാനിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ സൈഡിലേക്ക് നന്നായിട്ട് തന്നെ കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിവശവും സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അടിയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും നമ്മുടെ സോസ് പാനിൽ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ എല്ലാതും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഞാൻ വീഡിയോ റെക്കോർഡാക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രേ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ബ്രെഡ് നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസും കെച്ചപ്പിൻ്റെയും മിക്സ് വെച്ച് കൊടുത്തു. എന്നിട്ട് വെജിറ്റബിൾസിൻ്റെ നമ്മുടെ മിക്സ് ഇല്ലേ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഫുള്ളായിട്ട് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ബീഫ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫിംഗേഴ്സ് വെച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും മയോണൈസും കെച്ചപ്പൊടിയും കൂട്ടിയ മിക്സ് വെച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ ബ്രെഡ് നമ്മുടെ മുട്ടയിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബ്രെഡ് സൈഡിലൊക്കെ വെച്ചെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്കാവില്ല. സൈഡൊക്കെ കറ്റിയല്ലേ വെച്ചെടുത്തത്. ഇനി ഇതേപോലെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് അടിയിലൊരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു സോസ് പാന് വെച്ചത്. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ 15 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. നിങ്ങളെ സ്റ്റൗവിൽ ഏതാണോ ഏറ്റവും ചെറിയ തീയിൽ ഇട്ടിട്ട് 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒന്നും തന്നെ ആയിട്ടുണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടായിട്ട് ഉണ്ടാവുക. നമ്മൾ ബ്രെഡ് മുട്ടയിൽ മുക്കിയെടുത്തതുകൊണ്ട് തന്നെ കുക്കാവാത്തതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ. അപ്പോൾ സൈഡൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒരു ടീസ്പൂൺ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് വെടിയിച്ചെടുക്കുക. അപ്പോൾ സൈഡൊക്കെ വെടിയിച്ചെടുക്കുമ്പോൾ തന്നെ അടിവശത്തുനിന്നും ഇത് ഇളകി വരും കേട്ടോ. ബ്രെഡ് മുട്ടയല്ലേ പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പോൾ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് വെടിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാക്കി എടുക്കണം.
അപ്പോൾ ഞാൻ ഇനി ഈ ഒരു പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്കാണ് ഇടുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യട്ടെ. പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചൂടായതുകൊണ്ട് തന്നെ. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് നേരെ ഇങ്ങനെ കമത്തി പിടിച്ചാൽ അത് വിട്ട് വന്നോളൂ. അപ്പോൾ അതാ നമ്മുടെ സാൻഡ്വിച്ച് കേക്കിൻ്റെ ഒരു വശം നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിലാണുള്ളത്. നമ്മൾ ബ്രെഡ് കയറ്റി വെച്ചത് കൊടുത്തുകൊണ്ട് അതാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, അടി മൊത്തത്തിൽ ബ്രെഡ് വെച്ച് കവർ ചെയ്തതായിരുന്നു. ഇത് നന്നായിട്ട് തന്നെ ഈ പാനിൽ ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രെഡും മുട്ടയാണ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും ഉണ്ടാവുക, നമ്മൾ മയോണൈസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ. അപ്പോൾ ഫില്ലിങ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ ബ്രെഡ് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ 5 മിനിറ്റ് ഇതാ ഞാൻ ഈ ഒരു പാനിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒന്ന് നെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ സാൻഡ്വിച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതിനാട്ടിലും അപ്പുറമായിരുന്നു ഇതിൻ്റെ സക്സസ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ സാൻഡ്വിച്ച് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് വന്ന അബദ്ധം നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുകൂടി ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് കേക്കാണ്. തീർച്ചയായിട്ടും റംസാൻ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.